തിരിച്ചു വരുമ്പോഴാണ് ളുഹാന്റെ സമയത്തിൽ ഈ മനോഹരമായി ഈ ലോകത്തോട് വിട പറയുകയും അറഫാന്റെ പകൽ പിന്നിട്ട് ദുൽഹിജ്ജയുടെ പെരുന്നാളിന്റെ മഗ്‌രിബിന്റെ സമയത്ത് ആ പവിത്രമായ മണ്ണിൽ ഇമാം ഷാഫി അക്കാദമിയുടെ തിരുമുറ്റത്ത് ഇന്ന് അദ്ദേഹം സുഖമായി അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഇതും ബഹുമാനപ്പെട്ട സംസ്ഥയുടെ കേന്ദ്ര മുഷാവറ മെമ്പറായിരുന്നു, നമ്മുടെ നാട്ടുകാരനായിരുന്നു. മൂന്നാമതായി നമുക്കറിയാം, ഇന്ന് രാവിലെ ഞങ്ങൾക്കൊക്കെ ചെറുപ്പത്തിൽ അറിയാം, നമ്മളെ ഉമ്മയൊക്കെ നമ്മളോട് പറയും അന്താഞ്ഞ മൊയിലാർച്ച എന്ന് പറയും. നിങ്ങൾക്കൊക്കെ അത് അറിയാവുന്നതാണ്. ഉമ്മ ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നത് നമ്മളെ മുഗനാലിലെ അന്താഞ്ഞ മൊയിലാർച്ച, ഖാസി മൊയിലാർച്ച, അങ്ങനെയുള്ള അന്താഞ്ഞ മൊയിലാർച്ച എന്ന് പറയുന്ന മഹാനായ പണ്ഡിതവര്യൻ തന്റെ ജീവിതകാലം മുഴുവനും ഏകദേശം 90 വയസ്സ് പ്രായമുള്ള യുവ ഉസ്താദ് ഈ കഴിഞ്ഞ റമദാനിൽ ഇമാം ഷാഫി അക്കാദമിയുടെ പ്രചരണത്തിന് വേണ്ടി ഞാൻ ദുബൈയിൽ പോയപ്പോൾ അവിടെ ഷാർജ റോള മാർക്കറ്റുള്ള ആ മനോഹരമായ പള്ളിയിൽ പ്രായത്തിന്റെ അവശത പോലും വകവെക്കാതെ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന മൊയ്തു നിസാമിയോടൊപ്പം ആ പള്ളിയിൽ വന്ന് ജുമാ നിസ്കാരത്തിന് സംബന്ധിച്ച് വളരെ അവശതയോടെ തിരിച്ചു പോകുന്ന രംഗം ഇന്നും എന്റെ കണ്ണിലേക്ക് വരികയാണ്. എന്തിനായിരുന്നു അദ്ദേഹം ഓരോ വർഷവും ഇങ്ങനെ ഈ തന്റെ പ്രായത്തെ അവഗണിച്ചും കൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരുന്നത്? തന്റെ ജീവിതത്തിൽ അദ്ദേഹം 16 പ്രാവശ്യം ഹജ്ജ് നിർവഹിച്ചിരുന്നു. ആ 16 പ്രാവശ്യം ഹജ്ജ് നിർവഹിച്ചത് അദ്ദേഹത്തിന്റെ ഈ MIC എന്ന് പറയുന്ന മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന് പറയുന്ന ആ മഹത്തായ സ്ഥാപനത്തിന്റെ ഒരു പ്രചരണവും കൂടിയായിരുന്നു അത്. അങ്ങനെ എത്രയോ ഉംറകൾ, എത്രയോ തീർത്ഥാടനങ്ങൾ നടത്തിയും കൊണ്ട് ആയിരക്കണക്കിന് ശിഷ്യന്മാരെയും പരിശുദ്ധമായ ദീനിന് വേണ്ടി സമർപ്പിച്ച ആ മഹാപണ്ഡിതവര്യൻ. നമുക്കറിയാം, കഴിഞ്ഞ ഡിസംബർ 28 മാലിക് റളിയല്ലാഹുവിന്റെ തിരുമുറ്റത്ത് നടന്ന ശതാബ്ദി സന്ദേശയാത്രയിൽ മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളുടെ ആ യാത്രയിൽ സംബന്ധിക്കാൻ വേണ്ടി പ്രായത്തിന്റെ രോഗത്തിന്റെ അവശതകൾക്കിടയിലും അദ്ദേഹം അവിടെ വന്നു. ഏതാനും നിമിഷം ഇരുന്ന് തിരിച്ച് അദ്ദേഹം പോയി. ഇന്നത്തെ പ്രഭാതത്തിൽ ഈ റജബിന്റെ പുണ്യദിനത്തിൽ, റജബിന്റെ 22ാമത്തെ ദിനത്തിൽ, തിങ്കളാഴ്ചയുടെ ഈ പുണ്യദിനത്തിൽ ഏറ്റവും മനോഹരമായ നിലയിൽ നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസം മുമ്പ് അദ്ദേഹം ICUവിൽ ഉണ്ടായിരുന്ന ഉസ്താദിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് രാവിലെ അതിന് സാക്ഷികളാണ്, അവരുടെ മക്കൾ അവിടെ സാക്ഷികളാണ്, MICയിലെ വിദ്യാർത്ഥികൾ സാക്ഷികളാണ്. MICയുടെ വിദ്യാർത്ഥികൾ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നു. ആ ഓതുന്നതിന്റെ ഇടയിൽ അദ്ദേഹം തന്റെ ഇതുവരെ വായ അനക്കാൻ കഴിയാതിരുന്ന മഹാനായ ആ മഹാപണ്ഡിതവര്യൻ, പണ്ഡിത പ്രഭയായ മഹാനായ യുവ ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒച്ചത്തിൽ 1 അല്ല 2 അല്ല പല പ്രാവശ്യം ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുമ്പോൾ, ഞാൻ സഞ്ചരിച്ചൊരു പാത, എന്റെ